നിസ്സഹായരായ നമുക്ക് അവിടുത്തെ തിരുവിഷ്ടത്തിന് വഴങ്ങാനില്ലേ കഴിയൂ. ഈ പെണ്ണുങ്ങൾ കലറുടെ മുന്നിൽ ഇതുവരെ പോയിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. എങ്ങനെ പോകുന്ന ശങ്കരന്? രണ്ടാൾക്കും ലാസറിന് അത്രയും ഇഷ്ടമായിരുന്നില്ലേ? കർത്താവിനും ലാസറിനോട് ഏറെ സ്നേഹമായിരുന്നല്ലോ. ലാസർ മരണശൈലിയിലാണെന്ന് ആളയച്ച് അറിയിച്ചിട്ട് ഒന്ന് കാണാൻ പോലും അദ്ദേഹം വരാത്തത് എന്തുകൊണ്ടാണാവോ? അടക്കിയിട്ടൊരു ദിവസം നാളെ നാടില്ലാതെ ഈ പെണ്ണുങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും അദ്ദേഹം വരുമെന്ന് കരുതി. കർത്താവല്ലേ ആ വരുന്നത്? അതെ, അത് കർത്താവ് തന്നെ. അദ്ദേഹം ഇവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ശിഷ്യന്മാർ കൂടി ജനക്കൂട്ടം പിന്നാലെയുണ്ട്. ഞാൻ ചെന്ന് ഗുരുവിനെ സ്വീകരിക്കട്ടെ. നീ പോകുന്നില്ലേ മറിയം? ഞാൻ കൂടി പോയാ എന്റെ കുഞ്ഞാങ്ങളുടെ അടുത്ത് ആരാ ഉള്ളത്? ഇവിടെ ഞങ്ങളില്ലേ? നിങ്ങള് ലാസറിന്റെ പെങ്ങന്മാരല്ലോ. അതാ ശിഷ്യന്മാരെയും ജനങ്ങളെയും അവിടെ നിർത്തിയിട്ട് കർത്താവ് ഇങ്ങോട്ട് വരുന്നു. ഒപ്പം മത്തായുമുണ്ട്. മർത്ത, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ധൈര്യമായിരിക്കും. അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം കർത്താവേ. പുനരുത്ഥാനവും ജീവനും ഞാനാണ് മർത്ത. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നിങ്ങൾ ഈ കല്ലെടുത്ത് മാറ്റുന്നു. മർത്ത, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ഈ ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ലാസറേ, പുറത്തു വരിക. ലാസറിന്റെ കെട്ടുകൾ അടിക്കുക. അവൻ പോയിക്കൊള്ളട്ടെ. ജനങ്ങളുടെ പാപം പോകുവാൻ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തു la la la
യേശു ഇപ്പോൾ മരണം